നമസ്കാരം, ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വടക്കേ ആഫ്രിക്കൻ തീരത്തുള്ള സ്പാനിഷ് പ്രദേശത്തെ സ്യൂട്ടിൽ വർദ്ധിച്ചുവരുന്ന അഭയാർത്ഥി മാനുഷിക പ്രതിസന്ധിയിൽ ആശങ്ക രേഖപ്പെടുത്തി ലിയോ 14 മാർപ്പാപ്പ. പ്രദേശത്ത് സമാധാനവും സ്ഥിരതയും നീതിയും പുനഃസ്ഥാപിക്കുന്നതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്തണമെന്ന് പാപ്പ ആഹ്വാനം ചെയ്തു. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ ഞായറാഴ്ചത്തെ പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയ ശേഷം വിശ്വാസികളോട് സംസാരിക്കുകയായിരുന്നു പാപ്പ. സ്യൂട്ടയിലെ ആശങ്കാജനകമായ സാഹചര്യങ്ങളെ ഭയത്തോടും വ്യാകുലതയോടുമാണ് താൻ വീക്ഷിക്കുന്നതെന്നും അവർ ലേഡി ഓഫ് ആഫ്രിക്കയുടെ മധ്യസ്ഥതയിലൂടെ ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാനും പ്രദേശത്ത് സമാധാനവും സുസ്ഥിരതയും നീതിയും ഉറപ്പാക്കാനും സാധിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുവെന്നും പാപ്പ പറഞ്ഞു. ഇംഗ്ലണ്ടിലെ ലെസ്റ്ററിലുള്ള 160 വർഷം പഴക്കമുള്ള ചരിത്ര പ്രസിദ്ധമായ പള്ളിയിൽ തീപിടുത്തമുണ്ടായി. സാരമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചെങ്കിലും സമൂഹം ഒത്തൊരുമിച്ച് പ്രതിസന്ധിയെ നേരിടുമെന്നും പള്ളി പുനർനിർമ്മിക്കുമെന്നും ഇടവക പുരോഹിതൻ വ്യക്തമാക്കി. ലെസ്റ്ററിലെ സെന്റ് ആൻഡ്രൂസ് പള്ളിയിലാണ് തീപിടുത്തമുണ്ടായത്. താഴത്തെ നിലയിൽ നിന്നും തീ കെട്ടിടത്തിലേക്ക് പടർന്നു പിടിക്കുകയായിരുന്നു. തീപിടുത്തത്തിൽ ലെസ്റ്റർ രൂപത അതീവ ദുഃഖം രേഖപ്പെടുത്തി. ദുരന്തബാധിതരായ എല്ലാവരുടെയും സുരക്ഷയ്ക്കും ക്ഷേമത്തിനുമാണ് ഇപ്പോൾ സഭ മുൻഗണന നൽകുന്നതെന്നും രൂപത അധികൃതർ വ്യക്തമാക്കി. വിശ്വാസവും ക്രിസ്തുവിലുള്ള ഐക്യവുമാണ് ലോകകപ്പ് വേളയിൽ തന്നെ മുന്നോട്ട് നയിച്ചതെന്ന് ബെൽജിയൻ ഫുട്ബോൾ താരവും മാഞ്ചസ്റ്റർ സിറ്റി മുൻനിര താരവുമായ ജെർമി ഡോക്കു ലോകകപ്പ് അനുഭവങ്ങൾ കോർത്തിണക്കി പുറത്തിറക്കിയ പുതിയ മിനി ഡോക്യുമെന്ററിയിലാണ് 24-കാരനായ താരം ഇക്കാര്യം വ്യക്തമാക്കിയത്. ലോകകപ്പിന് മുന്നോടിയായി വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഫുട്ബോൾ താരങ്ങൾ ഒത്തുകൂടി മൈതാനത്ത് പ്രാർത്ഥിച്ചതും ക്രിസ്തുവിലേക്ക് തിരിഞ്ഞുള്ള ആഘോഷങ്ങൾ നടത്തിയതും ചൂണ്ടിക്കാണിച്ച ഡോക്കു ഇത് സമൂഹത്തിൽ വലിയൊരു മാറ്റത്തിന്റെ വിത്ത് പാകിയിട്ടുണ്ടെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചു. എല്ലാ രാജാക്കന്മാർക്കും മീതെ ഒരു രാജാവുണ്ടെന്ന് ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. സ്വർഗരാജ്യത്തിൽ ആദ്യം ക്രിസ്തു, പിന്നെ കുടുംബം, പിന്നെ ഫുട്ബോൾ, പിന്നെ ബാക്കിയുള്ളവർ എന്ന് വ്യക്തമാക്കിയ താരം പിച്ചിന് പുറത്തുള്ള തന്റെ സാക്ഷ്യം പിച്ചിലെ പ്രകടനത്തേക്കാൾ ഉച്ചത്തിലുള്ളതായിരുന്നുവെന്ന് കൂട്ടിച്ചേർത്തു. പൻവേൽ ARCയിൽ വെച്ച് നടന്ന കത്തോലിക്ക കോൺഗ്രസ് ദേശീയ സമ്മേളനം സമാപിച്ചു. സമുദായ ശാക്തീകരണം രാഷ്ട്രീയ പുരോഗതിക്ക് എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കി നടന്ന സമ്മേളനത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 170 പ്രതിനിധികൾ പങ്കെടുത്തു. സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത കർദിനാൾ ഒസ്വാൾഡ് ഗ്രേഷ്യസ് രാജ്യത്തെ പുതിയ നിയമങ്ങൾ സമുദായങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നതാകരുതെന്നും പഴുതുകൾ ഉപയോഗിച്ച് പൗരസ്വാതന്ത്ര്യം നിഷേധിക്കുന്നത് പരിഷ്കൃത സമൂഹത്തിന് ഭൂഷണമല്ലെന്നും ഓർമ്മിപ്പിച്ചു. സുവിശേഷം പ്രസംഗിക്കാനും അപരന് നന്മ ചെയ്യാനും ആരെയും ഭയക്കേണ്ടതില്ലെന്നും അത് ഭയം കൂടാതെ നിർവഹിക്കേണ്ട കടമയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രസിഡന്റ് രാജീവ് കൊച്ചുപറമ്പിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ ആർച്ച് ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ, മാർ റെമീജിയോസ് ഇഞ്ചനാനിയിൽ, മാർ ജോസഫ് അരുമച്ചാടത്ത്, ദേശീയ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ, ജനറൽ സെക്രട്ടറി ഡോക്ടർ ജോസുകുട്ടി ജെ ഒഴുകിയിൽ തുടങ്ങിയ പ്രമുഖർ പ്രസംഗിച്ചു. UK-യിലെ കേംബ്രിഡ്ജിൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി സംഘടിപ്പിച്ച ബൈബിൾ ഓറിയന്റേഷൻ ക്യാമ്പ് ശ്രദ്ധേയമായി. വിശുദ്ധ ഗ്രന്ഥത്തെ അടുത്തറിയാനും ക്രൈസ്തവ വിശ്വാസ മൂല്യങ്ങൾ ജീവിതത്തിൽ പകർത്താനും ലക്ഷ്യമിട്ടാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. കേംബ്രിഡ്ജ് സെന്റ് ജോൺ ഹെൻറി ന്യൂമാൻ മലങ്കര കത്തോലിക്ക മിഷനും ഇപ്സിച്ച് മാർ ഇവാനിയോസ് മലങ്കര കത്തോലിക്ക മിഷനും സംയുക്തമായാണ് ക്യാമ്പ് ഒരുക്കിയത്. അവർ ലേഡി ഓഫ് ലൂർദ് റോമൻ കത്തോലിക്ക ദേവാലയത്തിൽ വെച്ച് നടന്ന ക്യാമ്പ് വിശുദ്ധ കുർബാനയോടെ ആരംഭിച്ചു. ക്യാമ്പിൽ ബൈബിൾ പഠനം, തിരുവചന വിചിന്തനം, ബൈബിൾ കഥകളുടെ അവതരണം, ബൈബിൾ സ്കിസ് തുടങ്ങിയ കുട്ടികളുടെ ആത്മീയ വളർച്ചയ്ക്ക് ഉതകുന്ന വിധത്തിലുള്ള പരിപാടികൾ നടന്നു. മിഷൻ വികാരി ഫാദർ ജോർജ് വലിയ പറമ്പിലും അവർ ലേഡി ഓഫ് ലൂർദ് ദേവമാതാ വികാരി ഫാദർ ജോൺ മിൻഹു ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ക്യാമ്പ് കോർഡിനേറ്റർ സുബീഷ് ജോസഫ്, ട്രസ്റ്റിമാരായ പ്രദീപ് മാത്യു, വർഗീസ് മാത്യു, സെക്രട്ടറി സോജി പാപ്പച്ചൻ, അജു വർഗീസ് എന്നിവർ പരിപാടികൾ ഏകോപിപ്പിച്ചു. ക്യാമ്പിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. കുട്ടികളുടെ ആത്മീയ വളർച്ചയ്ക്ക് ഇത്തരം ക്യാമ്പുകൾ വലിയ പ്രചോദനമാണെന്ന് മാതാപിതാക്കൾ അഭിപ്രായപ്പെട്ടു. ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.